ആൻസറിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടുള്ളവർ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Each organ of our democracy must function independently and shall not take over what is assigned to the others. In the context of this statement, discuss whether judicial activism by the courts can dilute the separation of powers. അപ്പോൾ കണ്ടന്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ആൻസറിന് എഴുതിയെന്ന് പറയാം. ഒരു സ്ട്രക്ചർ എന്താണ്, നിങ്ങൾ ഓരോരുത്തരുടെ ആൻസറിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാൻ ആഗ്രഹമുള്ളവർക്ക് പറയാം. Starting even though judicial activism is against the philosophy of separation of powers, it is still a vital part of checks and balances, which is the Indian way of separation of powers. Okay. And checks and balances in the focus idu. Okay. Then first page will be about how it works as checks and balances. And second on how it will second page on how it will dilute the separation of powers and what are the problems with judicial activism mainly. Okay, fine. അപ്പോൾ ഫൈനലി ഒരു കൺക്ലൂഷനിൽ ഇത് ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ഇന്ത്യ സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് ഡൈല്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞോ അതോ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞ within Indian context it is the right like it is needed because we have checks and balances. ഓക്കെ, ചെക്സ് ആൻഡ് ബാലൻസ് എന്നുള്ള ഒരു ഐഡിയ ഹൈലൈറ്റ് ചെയ്തു. വേറെ ആരെങ്കിലും സിമിലർ ആയിട്ടുള്ള രീതിയിൽ എഴുതിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സ്ട്രക്ചറിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇപ്പം ടോം പറഞ്ഞത് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഓക്കെ, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ജുഡീഷ്യൽ ആക്ടിവിസം വെദർ ഇറ്റ് ക്യാൻ ഡൈലൂട്ട് ദ സെപ്പറേഷൻ ഓഫ് പവർ. ഇന്ത്യയിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഓഫ് പവർ അല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ഓഫ് പവർ അല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമുക്ക് പലപ്പോഴും സെപ്പറേഷൻ ഓഫ് പവറിന്റെ മുകളിൽ ഒരു ഓവർലാപ്പ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ളൊരു ഫിനോമിനൻ പലപ്പോഴും സെപ്പറേഷൻ ഓഫ് പവറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ജുഡീഷ്യൽ ആക്ടിവിസത്തിന് സെപ്പറേഷൻ ഓഫ് പവറിനെ പ്രൊആക്റ്റീവായിട്ട് ബാധിക്കാൻ അല്ലെങ്കിൽ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ളൊരു ഫിനോമിന പലപ്പോഴും സെപ്പറേഷൻ ഓഫ് പവറിനെ ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് നെസസറി ആണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതൊരു ചെക്സ് ആൻഡ് ബാലൻസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ ടോം പറഞ്ഞിട്ടുള്ളത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കണ്ടന്റ് എന്തെങ്കിലും ഇപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കണ്ടന്റ് പറയണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മ വരുന്ന എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? സർ, ഓവർ റീച്ചിലേക്ക് പോകരുതെന്ന് പറയാലോ അല്ലേ? അത് പറയാം, ഓവർ റീച്ചിലേക്ക് പോകരുത് എന്നുള്ളത് പറയാം. പക്ഷെ അതല്ലല്ലോ ക്വസ്റ്റ്യന്റെ ഹൈലൈറ്റ്, അതല്ലല്ലോ. എക്സാമ്പിൾസ് വേണ്ടേ സാർ? അത് എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ എന്താ കൊടുക്കാൻ പറ്റുക ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ? പക്ഷെ ഈ കൊളീജിയ സിസ്റ്റം ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ആക്ടിവിസം നല്ലതാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് അതിന്റെ? കൊളീജിയം വെച്ചല്ല പറയുക. കൊളീജിയം അല്ലല്ലോ ഒരു ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രൊആക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന്റെ ലെജിസ്ലേച്ചറിന്റെ ഡൊമൈൻസിൽ കയറുന്ന വേറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള എക്സാമ്പിൾസ് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. PIL പറയാൻ പറ്റുമോ നമുക്ക്? PIL പറയാം, കുഴപ്പമില്ല. അപ്പം ഈ കൊളീജിയസ് സിസ്റ്റത്തിന്റെ അതിലേക്ക് പോകണ്ട അല്ലേ? വേണ്ട, കുറച്ചുകൂടെ പ്രൊആക്റ്റീവ്, കുറച്ചുകൂടെ നല്ല എക്സാമ്പിൾസ്, കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാം. ഞാൻ ഒരു മിനിറ്റ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ അല്ലാതെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഹുഷിനാര കാർട്ടൂൺ കേസ് കുറെ അണ്ടർ ട്രയൽസിനെ റിലീസ് ചെയ്തത്. ഓക്കെ, പിന്നെ സെക്ഷൻ 377 പോഷ് ആക്ട്, ഇതൊക്കെ PIL വന്ന സാധനങ്ങളാണ്.
പറയാം അതെല്ലാം മെൻഷൻ ചെയ്യാം. സെക്ഷൻ 377 ചെയ്തത് പറയാം, വിശാഖ ഗൈഡ് ലൈൻസ് പറയാം, അണ്ടർ ട്രയൽസിന്റെ കേസ് പറയാം. ഓൾമോസ്റ്റ് അത്രേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാനുള്ള പാർട്ട്. ഞാനിവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ആദ്യം സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ ഇമ്പോർട്ടൻസ് പറയുക. ഓക്കെ, സെപ്പറേഷൻ ഓഫ് പവറിന്റെ ഇമ്പോർട്ടൻസ് പറയുക. അതല്ലെങ്കിൽ ഈവൻ ടോം പറഞ്ഞതുപോലെ തന്നെ പറയാം. ഒന്നുകിൽ ഇന്ത്യയിലെ സെപ്പറേഷൻ ഓഫ് പവർ ഒരു ചെക്സ് ആൻഡ് ബാലൻസിന്റെ ഐഡിയ ആണെന്നുള്ളത് ഒരു ഐഡിയ അങ്ങനെ മെൻഷൻ ചെയ്യാം. അതല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ദെൻ ജുഡീഷ്യൽ ആക്ടിവിസം എങ്ങനെ ഇന്ത്യൻ പോളിറ്റിയിൽ ഒരു നെസസിറ്റി ആണ്. ഈവൻ ദോ അത് സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ള ഐഡിയ മാറ്റുന്നുണ്ടെങ്കിലും അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് എങ്ങനെ ഒരു നെസസിറ്റി ആണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ദെൻ ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള ഒരു ഐഡിയക്ക് എന്തെങ്കിലും ചലഞ്ചസോ അല്ലെങ്കിൽ അത് എക്സസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഡൊമൈൻസിലേക്ക് അത് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻക്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്ത്, ജുഡീഷ്യൽ ആക്ടിവിസം ചില സമയത്ത് അതൊരു പ്രോപ്പർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ അല്ല. അപ്പോൾ അത് വേണമെങ്കിൽ ജുഡീഷ്യൽ ഓവർ റീച്ചിലേക്കൊക്കെ പോവാം. അത് പലപ്പോഴും ലെജിസ്ലേച്ചറിന്റെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന്റെയോ ഡൊമൈൻസിലേക്ക് എൻക്രോച്ച് ചെയ്യാം. അങ്ങനെയുള്ള ഐഡിയാസ് മെൻഷൻ ദ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇഷ്യൂസിനകത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഫൈനലി ഒരു കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡ് കൊടുക്കുക. കാരണം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് സെപ്പറേഷൻ പവറിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് പറ്റുമോ എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് എടുത്ത് പറയുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Representation of People's Act is a pivotal cog in ensuring smooth functioning of election machinery. ഇതെങ്ങനെ നിങ്ങൾ എഴുതാൻ പോകുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇലക്ഷന്റെ ഡീറ്റെയിൽഡ് പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇലക്ഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. അത് ROPA വെച്ചിട്ടാണല്ലോ എന്നുള്ള വെച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയേക്കുന്നത്. ശരി, ദെൻ അതിൽ ബ്രോഡ് ആയിട്ടുള്ള പ്രൊവിഷൻ കൊടുത്തു. പിന്നീട് ആ പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് അത് പിവറ്റൽ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിൽ എന്താ എഴുതിയത്? മെയിൻ പ്രൊവിഷൻസ്, അത് ക്വാളിഫിക്കേഷൻ, നോമിനേഷന്റെ ഡീറ്റെയിൽസ്, അതേപോലെ ഡിസ്പ്യൂട്ട് റെഡ്രസലിന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ പ്രൊവിഷൻസ് ആണ് ROPA തരുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അത് പിവറ്റൽ ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഫൈൻ. ഒരു മിനിറ്റ്, അത് സ്റ്റക്ക് ആവുന്നു ഭയങ്കരമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളത് വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഉണ്ട്. ഇന്ന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 ഉണ്ട്, 1951 ഉണ്ട്. ഓക്കെ, കാരണം ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടില്ല. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 കുറിച്ചും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 കുറിച്ചും ജസ്റ്റ് ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ഇലക്ഷന് മുമ്പിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 കുറച്ചുകൂടി ഒരു ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 പറയുന്നത്. എന്നിട്ട് ഈ 2 ലെജിസ്ലേഷൻസും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇന്ത്യയിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയുക. ഓക്കെ, ഇപ്പം ഹരീഷ് രാജ് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് പോയിന്റ്സ് വേണം. ലൈക്ക് ഇപ്പോൾ ഈ ജസ്റ്റ് അത് എന്ത് റോളാ പ്ലേ ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ എഴുതാം. നമുക്കതിനെ പ്രോപ്പറായിട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട കുറച്ച് പാർട്ട്, ഒന്ന് സെക്ഷൻ 29A. ഓക്കെ, ഞാൻ എന്തായാലും അതിൻ്റെ ഒരു PDF ഗ്രൂപ്പിൽ ഇടാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. ജസ്റ്റ് 2-3 കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് സെക്ഷൻ 29A ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ഇത് 1951 സെക്ഷൻ 29A. ഓക്കെ, ഇപ്പൊ തന്നെ എഴുതി പോവാം. ഫസ്റ്റ് സെക്ഷൻ 29A, ഇത് രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സെക്ഷനാണ് സെക്ഷൻ 29A. രണ്ടാമത്തത് സെക്ഷൻ 80. സെക്ഷൻ 80 ഇലക്ഷൻ പെറ്റീഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ്, സെക്ഷൻ 80. അതുപോലെ സെക്ഷൻ 3 to 7, ഞാൻ ആദ്യം പറയേണ്ട പോയിന്റ് ആയിരുന്നു സെക്ഷൻ 3 to 7.
Section 3 to 7, qualification of members. Qualification of members. ഒരാള് election contest ചെയ്യാൻ qualified ആണോ അല്ലയോ എന്ന് പറയുന്ന section ആണ് section 3 to 7. അപ്പോൾ ഫസ്റ്റ് section 3 to 7. അതുപോലെ നമ്മൾ രണ്ട് sections പറഞ്ഞു, section 29A and section 80. Section 3 to 7. Then next one, section 8 to 11. Section 3 to 7 നമ്മൾ പറഞ്ഞു, അതുപോലെ section 8 to 11. Section 3 to 7, then section 8 to 11. Section 8 to 11 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു കോണ്ടക്ട് മത്സരിക്കണം എന്ന് പറയുന്ന ഒരാള് ഡിസ്ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 8 to 11. അപ്പൊ അത് ഡിസ്ക്വാളിഫിക്കേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെക്ഷൻ 3 to 7, സെക്ഷൻ 8 to 11, സെക്ഷൻ 29A രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു പാർട്ടിയെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് സെക്ഷൻ 29A ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ സെക്ഷൻ 80 എലക്ഷൻ പെറ്റീഷൻസ്. എലക്ഷനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ എലക്ഷൻ പെറ്റീഷൻസ് പോകണം. ഇത് സെക്ഷൻ 80 ഓഫ് ROPA 1951 വഴിയാണ് പോകുന്നത്. ഓക്കെ, വൺ മോർ സെക്ഷൻ 123. സെക്ഷൻ 123 ഇറ്റ് ഡിഫൈൻസ് കറപ്റ്റ് പ്രാക്ടീസസ്. എന്തൊക്കെയാണ് എലക്ഷന്റെ സമയത്ത് എന്തൊക്കെയാണ് കറപ്റ്റ് പ്രാക്ടീസസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 123 ഓഫ് ROPA Act 1951. ഈ ഒരു 5 പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് അതുപോലെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ അഡീഷൻ ആയി, അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഇലക്ഷൻ മെഷീനറിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ: ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, എലക്ഷൻ പെറ്റീഷൻ, കറപ്റ്റ് പ്രാക്ടീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ജനറൽ ആയിട്ട് എഴുതുകയും ചെയ്യാം. പെനാൽറ്റി ഉണ്ടാവും, കറപ്റ്റ് പ്രാക്ടീസ് ചെയ്തവർക്ക് പെനാൽറ്റി ഉണ്ടാവും, ഡിസ്ക്വാളിഫൈ ചെയ്തവർക്ക് ജയിൽ ടേംസ്, അല്ലെങ്കിൽ പിന്നീട് അവർക്ക് 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നീട് അതിനകത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷൻസ് വെച്ച് ആൻസർ എഴുതുക. ബാക്കിയുള്ള പോയിന്റ്സ് ജനറൽ ആയിട്ട് എഴുതി പോയാൽ മതി. ഓക്കെ, ഈവൻ ദോ ഇതൊക്കെയാണ് റോൾസ് എങ്കിലും ഇത് സർട്ടൻ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. എന്തൊക്കെയാണ് ചാലഞ്ചസ്? എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതിയ പോയിന്റ്സിൽ എന്തെങ്കിലും? ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഒക്കെ ഇപ്പോഴും ഭയങ്കര റാമ്പന്റ് ആണ് ഡിസ്പൈറ്റ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ. ഓക്കെ, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്, ഫൈൻ, നല്ല പോയിന്റ്, നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ അതുപോലെ മണി പവർ ഇൻ എലക്ഷൻ. ഓക്കെ, വേറെ ലിലി തോമസ് കേസ്, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് പറയാം. അത് സജഷനായിട്ട് അല്ലെങ്കിൽ അത് സജഷനായിട്ട് അവസാനം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അങ്ങനെയാണോ അതോ വേറെ എന്തെങ്കിലും പോയിന്റ് ആയിട്ടുണ്ടോ ചലഞ്ചിനകത്ത്? ഇലക്ഷൻ കമ്മീഷനെ ഡയറക്റ്റ്ലി ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആൾക്കാർ. അതെ, എലക്ഷൻ ഇപ്പൊ സെക്ഷൻ 29A ഞാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് സെക്ഷൻ 29A രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഡീ രജിസ്ട്രേഷൻ ഉള്ള പവർ എല്ലാ കേസിലും ആപ്ലിക്കബിൾ അല്ല. ഇലക്ഷൻ കമ്മീഷൻ അതിനുള്ള പവർ ഇല്ല. ഡീ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസിന് എല്ലാ കാര്യത്തിനും പവർ ഇല്ല എന്നുള്ളതൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഡീ രജിസ്ട്രേഷൻ ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് കോഡിഫൈ ചെയ്തിട്ടില്ല അതിന്റെ അകത്ത്. അതെ. സെക്കൻഡ് പോയിന്റ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പറയാം, MCC അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഈ MCC എന്ന് പറയുന്നത് നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ആണ്, ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടില്ല. ഓക്കെ, ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഓക്കെ, ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഈ 4 പോയിന്റ്സ് എഴുതിയെടുക്കുക. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഡു നോട്ട് അലൗ ഡീ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഡു നോട്ട് അലൗ ഡീ രജിസ്ട്രേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഡീ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പവർ ഇല്ല. സെക്കൻഡ് പോയിന്റ്, model code of conduct is not enforceable under the ROPA Act. Not legally enforceable under the ROPA Act. Third point, criminalization of politics. Okay, third point, criminalization of politics.
ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് പറയുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ ഉറപ്പായിട്ട് എഴുതേണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ADR റിപ്പോർട്ട്. ഓക്കെ, ജസ്റ്റ് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ എത്രയാണ് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഓൾമോസ്റ്റ് 80 to 85% ആളുകൾക്കും 80 to 85 MPസിനും MLAസിനും ക്രിമിനൽ ചാർജസ് ഉണ്ട്. ഓക്കെ, അതൊരു ചലഞ്ചാണ്, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഓക്കെ ഓക്കെ, ഫോർത്ത് നിങ്ങൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞായിരുന്നല്ലോ. മണി പവർ. മണി പവർ പറയാം, മണി പവറിന്റെ ഇഷ്യൂസ് പറയാം. ഓക്കെ, ഫോർത്ത് പോയിന്റ് മണി പവർ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇപ്പം അഡീഷണൽ ഒരു പോയിന്റ് എഴുതിയെടുക്കണം എന്നുള്ളവര് അഡീഷണൽ ഒരു പോയിന്റ് എഴുതിയെടുക്കുക. സെക്ഷൻ 123. സെക്ഷൻ 123 എന്തുവാ? സെക്ഷൻ 123 കറപ്റ്റ് പ്രാക്ടീസ് ഡിഫൈൻ ചെയ്യുന്നത്. കറപ്റ്റ് പ്രാക്ടീസ്. അപ്പൊ കറപ്റ്റ് പ്രാക്ടീസ് ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് സെക്ഷൻ 123. പക്ഷെ അതിനകത്ത് എല്ലാ കറപ്റ്റ് പ്രാക്ടീസും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പം ലൈക്ക് ഇഷ്യൂസ് ഓഫ് പെയ്ഡ് ന്യൂസ്. ഇഷ്യൂസ് ഓഫ് പെയ്ഡ് ന്യൂസ് ഒരു കറപ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ പെയ്ഡ് ന്യൂസ് എന്നുള്ള ഒരു ഇഷ്യൂ നമുക്ക് കർബ് ചെയ്യാൻ പറ്റില്ല. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ സെക്ഷൻ 123 പെയ്ഡ് ന്യൂസ് എന്നുള്ള ഒരു കറപ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതൊരു പ്രോബ്ലം ആണ്. ഈ ഒരു 5 പോയിന്റ്സ് നിങ്ങൾ ഇഷ്യൂസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നോക്കുക. ബാക്കി നിങ്ങൾക്ക് ജനറൽ ആയിട്ട് കിട്ടുന്ന പോയിന്റ്സ് എഴുതുക. ഓക്കെ, ഇതെല്ലാം സ്പെസിഫിക് പോയിന്റ്സ് ആണ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ കമ്മീഷന്റെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇലക്ഷൻ കമ്മീഷൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് എഴുതാം, തെറ്റില്ല. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡൻസ് ഇല്ല, അവർക്ക് റീ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അങ്ങനെ കുറെ ജനറൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇഷ്യൂസ് ആയിട്ട് എഴുതാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു 5 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ഡി രജിസ്ട്രേഷൻ പറ്റത്തില്ല, MCC ലീഗലി എൻഫോഴ്സിബിൾ അല്ല, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ADR റിപ്പോർട്ട് പ്രകാരം എത്ര പെർസെന്റ് ആണെന്ന് പഠിച്ചു വെക്കുക. സെക്ഷൻ 123 കറപ്റ്റ് പ്രാക്ടീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും പെയ്ഡ് ന്യൂസ് പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് ഡിഫൈൻഡ് അല്ല. ഫോർത്ത് വൺ മണി പവർ. മണി പവറിന്റെ ഇഷ്യൂസ്, മണി പവർ, ബ്ലാക്ക് മണി ഒക്കെ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ഷൻ റിസൾട്ട് സമയത്ത്. അത്രയും പോയിന്റ്സ് മതി, ഒരു 5 പോയിന്റ്സ്. പിന്നെ അഡീഷണൽ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ പോയിന്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത്യാവശ്യം ഡയറക്റ്റ് ആണ്, പക്ഷേ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. On what grounds a people's representative can be disqualified under the Representation of People Act 1951? Also mention the remedies available to such persons against his or her disqualification. ഇവിടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 കുറിച്ച് ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു പേഴ്സണെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951? അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കൃത്യം ഒരു 7-8 പോയിന്റ്സ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ലക്ഷ്മികാന്തിലുണ്ട്, ലക്ഷ്മികാന്തിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യാം, അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വഴി എങ്ങനെയൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, അത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വഴിയുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വഴി എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ് നിങ്ങൾ പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു 3-ാമത്തെ 4-ാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 8-10 പോയിന്റ്സ് ഉണ്ട്, അതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 6-7 പോയിന്റ് എങ്കിലും നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ലക്ഷ്മികാന്ത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ലക്ഷ്മികാന്തിൽ നിന്ന് വല്ലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റി. അപ്പോൾ അതിനകത്ത് നിന്ന് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ലക്ഷ്മികാന്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ലക്ഷ്മികാന്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ചും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, പ്രിലിംസിന് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ മെയിൻസിന് അത് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രിലിംസിന് അത്രയും ചോദിക്കാറില്ല, പക്ഷെ മെയിൻസിന് ആ പോർഷൻസിൽ നിന്നുള്ള ഇപ്പം CAG-യുടെ ഒക്കെ ക്രിറ്റിസിസം കുറെ അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷന്റെ ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡയറക്റ്റ് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ലക്ഷ്മികാന്ത് നോക്കി പഠിക്കുക. ലക്ഷ്മികാന്തിന് ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കേസ് എന്നുള്ളത്. ഓക്കെ, ആ 8 സിറ്റുവേഷൻ അല്ലെങ്കിൽ 8-10 സിറ്റുവേഷൻസ് അത് കൃത്യമായിട്ട് അതുപോലെ മെൻഷൻ ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ദ സിറ്റുവേഷൻസ്, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പോയിന്റ്സ് എല്ലാം കിട്ടും.
Okay. So mention the remedies available to. Next, second, ഈ ഒരു സ്ട്രക്ചർ ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റ് ലക്ഷ്മികാന്താണ്. ഓക്കെ. തേർഡ്, മെൻഷൻ ദ റെമഡീസ് അവൈലബിൾ ടു സച്ച് പേഴ്സൺസ്. നിങ്ങൾ പ്രിലിംസിന്റെ സമയത്ത് ലക്ഷ്മികാന്ത് പഠിച്ചതല്ല, ഇനി പഠിക്കണ്ടെന്ന് വിചാരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിച്ചു പോവാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു. മിനിറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം പഠിച്ചു പോവാം. ഓക്കെ. ഇനി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ റെമഡീസ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? എന്തൊക്കെ റെമഡീസ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഓൾസോ മെൻഷൻ ദ റെമഡീസ് അവൈലബിൾ ടു സച്ച് പേഴ്സൺസ് അഗൈൻസ്റ്റ് ഹിസ് ഓർ ഹെർ ഡിസ്ക്വാളിഫിക്കേഷൻ. ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ റെമഡീസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റും? സെക്ഷൻ 80 എന്തായിരുന്നു നേരത്തെ പറഞ്ഞേ? സെക്ഷൻ 80 ഇലക്ഷൻ പെറ്റീഷനിലേക്ക് പോകാൻ പറ്റും. സെക്ഷൻ 80 വഴി ഇലക്ഷൻ പെറ്റീഷൻസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻസ് എങ്ങോട്ടാണ് പോകുന്നത്? ഹൈക്കോർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ഒരു കാര്യം സെക്ഷൻ 116A. ഓക്കെ, സെക്ഷൻ 116A. സെക്ഷൻ 116A എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ടിന്റെ ഡിസിഷൻസ് അപ്പീലിന് പോകാൻ പറ്റുന്നത് സുപ്രീം കോർട്ടിലേക്കാണ്. സെക്ഷൻ 116A സെക്ഷൻ 116A ഓഫ് ROP ആക്ട് പ്രകാരം ഹൈക്കോർട്ടിന്റെ ഡിസിഷന്റെ മേളിൽ അപ്പീൽ പോകാൻ പറ്റും സുപ്രീം കോടതിയിൽ. ഓക്കെ, അത് രണ്ടും ഓർത്ത് വെക്കുക. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്തും വേണമെങ്കിൽ ഒരു റെമഡിക്ക് വേണ്ടി പോകാൻ പറ്റും. ഇത് മൂന്നുമാണ് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു 2-3 റെമഡീസ് മാത്രമേ കണ്ടുള്ളൂ. നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? സെക്ഷൻ 80 ഹൈക്കോർട്ട്, സെക്ഷൻ 116A അപ്പീൽ ടു സുപ്രീം കോർട്ട്, പിന്നെ ഡയറക്ട്ലി റീച്ച് ഔട്ട് ടു ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങൾക്ക് ഇത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും PSIR ഓപ്ഷനിലുള്ളവരോ PSIRോ അല്ലെങ്കിൽ പബ്ബാഡ് ഓപ്ഷനിലുള്ളവർക്ക് അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും? ഓക്കെ, ഈ 3 പോയിന്റ്സും എഴുതി വെക്കുക. അതിൽ സെക്ഷൻ 80യും സെക്ഷൻ 116Aയും അത് രണ്ടും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കൺക്ലൂഡ് വിത്ത് അഡീഷണൽ സജഷൻസ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് എന്തൊക്കെ സജഷൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ എങ്ങനെ ആയാലും ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് സെൻട്രൽ തീം ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷനെ സറൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് റെമഡീസോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ എന്തൊക്കെ സജഷൻസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം? ഇപ്പോൾ 2 year ലിമിറ്റ് ആണ്. ഇഫ് യു ആർ കൺവിക്റ്റഡ് ഫോർ 2 years ഉള്ളിൽ തന്നെ ഡിസ്ക്വാളിഫൈഡ്. അതെ, ആ ഒരു ഇതുണ്ട്. അപ്പോൾ 2 yearsോ അതിൽ കൂടുതലോ ടൈമിൽ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 years വരെ ഇലക്ഷൻ 6 years വരെ പിന്നെ മത്സരിക്കാൻ പറ്റില്ല. ഓക്കെ, 2 year എന്നുള്ളൊരു ത്രഷോൾഡ് വാല്യൂ ഉണ്ട്. അതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ ഒരിക്കലും പെർമനന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. 6 years കഴിഞ്ഞാൽ പിന്നെയും മത്സരിക്കാം. ഓക്കെ, അപ്പോൾ ലോ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് പെർമനന്റ്ലി ഡിസ്ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് തടയാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഒരു സജഷൻ വേണമെങ്കിൽ കൊടുക്കാം. ലോ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പെർമനന്റ് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ്, ഓക്കെ, പെർമനന്റ് ആയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇപ്പോൾ 2 yearsോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാലത്തേക്ക് ഡിസ്ക്വാളിഫൈ ആയിട്ട് 2 yearsോ അതിൽ കൂടുതലോ കാലത്തേക്ക് ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺവിക്റ്റ് ആയിട്ടുള്ള ഒരാളെ പെർമനന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ, അപ്പോൾ അങ്ങനെ ഒരു സജഷൻ കൊടുക്കുക. ലോ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള സജഷൻ ആയിട്ട് പറയാം പെർമനന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇത് നമുക്ക് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ചോദിച്ചാലും എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഇലക്ഷൻ കമ്മീഷന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷന് ഇൻഡിപെൻഡന്റ് സെക്രട്ടേറിയറ്റ് ഇല്ല. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. ഇൻഡിപെൻഡന്റ് സെക്രട്ടേറിയറ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു സജഷനും ലോ കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ട് ലോ കമ്മീഷൻ പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഇൻഡിപെൻഡന്റ് സെക്രട്ടേറിയറ്റ് കൊടുക്കുക എന്നുള്ളൊരു സജഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊരു പോയിന്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന് അഡീഷണൽ പവേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്
ഒരു ഇൻഡിപെൻഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയി വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ ജനറൽ പ്രോബ്ലംസ് നമുക്കറിയാം. ഓക്കെ, ROPA ജനറൽ പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ROPA ജനറൽ പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ ഒരു 5 പ്രോബ്ലംസ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു റെമഡീസ് കൊണ്ടുവരിക. ഓക്കെ, ROPA ജനറൽ പ്രോബ്ലംസ് നമ്മളൊരു 5 പോയിന്റ് നേരത്തെ പറഞ്ഞു. അതിന് ജനറൽ പ്രോബ്ലംസിന് എന്തെങ്കിലും 1-2 റെമഡീസ് പറയുക. ഓക്കെ, അപ്പൊ പെയ്ഡ് ന്യൂസ് ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നുള്ളതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ആ പെയ്ഡ് ന്യൂസ് ഇൻക്ലൂഡ് ആയിട്ടില്ലെങ്കിൽ പെയ്ഡ് ന്യൂസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഓവറോൾ നമുക്ക് എങ്ങനെ ഇലക്ഷൻ സിസ്റ്റത്തിനെ പ്യൂരിഫൈ ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഡയറക്റ്റ് പോയിന്റ് ഉണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട്. ലില്ലി തോമസ് കേസ് ഉണ്ട്, ലില്ലി തോമസ് കേസ്. അതുപോലെ നോട്ട വന്നിട്ടുള്ള ഒരു കേസും ഉണ്ട്. ഓക്കെ, നോട്ട വന്നിട്ടുള്ള കേസും ലില്ലി തോമസ് കേസും വന്നിട്ടുണ്ട്. ലില്ലി തോമസ് കേസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. ലില്ലി തോമസ് കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ സജഷൻ ആയിട്ട് പറയാം. അതിനകത്തൊക്കെ ഇങ്ങനൊരു ഐഡിയ പറയുന്നുണ്ട്. ലില്ലി തോമസ് കേസിനകത്ത് പെർമനന്റ് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് തടയാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആയിട്ട് പറയുന്നുണ്ട് ലില്ലി തോമസ് കേസ്. പിന്നെ നോട്ട ജയിച്ചു കഴിഞ്ഞാൽ റീഇലക്ഷൻ വേണമെന്നൊരു സജഷനും കൂടി ഉണ്ടായിരുന്നു. നോട്ട ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, റെമഡീസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 80 ഇലക്ഷൻ പെറ്റീഷൻ, സെക്ഷൻ 169 ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പോവാം. ഓക്കെ, പിന്നെ അഡീഷണൽ സജഷൻ ആയിട്ട് നിങ്ങൾക്ക് പെർമനന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ 6 വർഷത്തേക്കേ ഉള്ളൂ പെർമനന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. അത് ലില്ലി തോമസ് കേസിൽ പറയുന്നുണ്ട്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് സെക്രട്ടേറിയറ്റ് വേണം എന്നുള്ളത് ലോ കമ്മീഷൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു വെർഡിക്റ്റ് ആണ്. ഓക്കെ, അപ്പം ലോ കമ്മീഷന്റെ 2 റിപ്പോർട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് കണ്ടന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 244th ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട്, 255th ഇലക്ഷൻ ലോ കമ്മീഷൻ റിപ്പോർട്ട്. ഇലക്ഷൻ കമ്മീഷൻ അല്ല, ലോ കമ്മീഷൻ. 255th ലോ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ റിഫോംസ് ആസ് എ ഹോൾ പറയുന്നതാണ്. ഓക്കെ, 244 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നാരോ ആയിട്ട് ഈ ഇലക്ഷൻ സമയത്തുള്ള ഈ ഡിസ്ക്വാളിഫിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ റിഫോംസ് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഓക്കെ, വെറുതെ നിങ്ങൾ 244th ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ UPSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പം ഏതെങ്കിലും 1-2 സൈറ്റുകളിൽ ഇത് കമ്പൈൽ ചെയ്തിട്ടുണ്ടാവും. ഇൻസൈറ്റ്സിലോ അല്ലെ ദൃഷ്ടിയിലോ എല്ലാം കമ്പൈൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് 1-2 പോയിന്റ്സും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 255th ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും UPSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പൊ അതിന്റെ ലോ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കാൻ നിൽക്കേണ്ട, പകരം സ്പേസ് UPSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലോ കമ്മീഷൻ സജസ്റ്റ് ചെയ്തിരിക്കുന്ന റെമഡീസ് അല്ലെങ്കിൽ സജഷൻസ് നിങ്ങൾക്ക് ഇലക്ട്രൽ റിഫോംസ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ, 255th ലോ കമ്മീഷൻ റിപ്പോർട്ട് ഓവറോൾ ഇലക്ട്രൽ റിഫോംസ് ആണ്. ഓക്കെ, അപ്പം ഇൻ ജനറൽ ഇലക്ട്രൽ റിഫോംസിനെ കുറിച്ച് മൊത്തത്തിൽ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് 255th ലോ കമ്മീഷൻ റിപ്പോർട്ട്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് സെർച്ച് ചെയ്യുക. 255th 255. 244 നിന്ന് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും കിട്ടുക. 255 നിന്ന് കുറച്ചുകൂടെ സ്പെസിഫിക്, കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ട് ഇലക്ട്രൽ റിഫോംസിന് മൊത്തത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ, എന്തായാലും തപ്പിയെടുക്കുക. ജസ്റ്റ് അത് സ്പേസ് UPSC എന്ന് പറഞ്ഞ സെർച്ച് ചെയ്താൽ മതി. ദൃഷ്ടി IASന്റെയോ അല്ലെങ്കിൽ ഇൻസൈറ്റ്സിന്റെയോ ആരുടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഇന്ന് തന്നെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവിഷന്റെ സമയത്ത് അത് പഠിച്ചങ്ങ് പോയാൽ മതി. ആ ലിങ്ക് എടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഓൺലൈൻ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ആ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് അത് പിന്നെ ഒന്ന് വായിച്ച് റിവൈസ് ചെയ്തങ്ങ് പോയാൽ മാത്രം മതി. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ഡിസ്കസ് ചെയ്തതിന്റെ അന്ന് ഞാൻ അയച്ചിരുന്ന നമ്പർ എൻ്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതി. ആൻസേഴ്സ് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് എൻ്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്താൽ മതി. വാട്സാപ്പിലോ ടെലിഗ്രാമിലോ അയച്ചാൽ മതി.